മതങ്ങളും ആചാരങ്ങളും ശാസ്ത്രത്തിന്റെ പിൻബലം ലവലേശമില്ലാതെ വിശ്വാസങ്ങളും ചേർന്ന് ഇന്ത്യൻ അക്കാദമിക രംഗത്തെ കോമാളി വേഷം കെട്ടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെ ആയിട്ടുണ്ട്. പനിക്ക് നല്ലത് ഗോമൂത്രമാണെന്ന് പറയാൻ ഒരു IIT-യുടെ തലവന് കഴിയുന്ന തരത്തിലേക്ക് അക്കാദമിക സമൂഹം മാറിയത് എങ്ങനെയാണ് എന്ന് കൃത്യമായ പഠനങ്ങൾ ആവശ്യമായ ഒരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ലോകം മുഴുവനുമായുള്ള ശാസ്ത്ര സമൂഹം അംഗീകരിച്ച ഈ സ്ഥാപനത്തിന്റെ മേധാവി വി കാമകോടി ഗോമൂത്രം ഒരു വിശിഷ്ട ഔഷധമാണ് എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ അതിലൂടെ പ്രക്ഷേപണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വിഷലിപ്തിയാണ് എന്നുള്ളത് വ്യക്തമാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഈറ്റമില്ലായ്മ തമിഴകത്ത് തമിഴ് ജനതയുടെ സ്വന്തം ഉത്സവമായ മാട്ടുപൊങ്കൽ ദിനത്തിൽ തന്നെ ഇത്തരം ഒരു പ്രസ്താവന കാമകോടി നടത്തിയത് അത്ര നിഷ്കളങ്കമായി കാണേണ്ട ഒരു കാര്യമല്ല. ഗോമൂത്രം കുടിച്ചാൽ അനേക വിധത്തിലുള്ള ബാക്ടീരിയകൾ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുമെന്നും മാറാവ്യാധികളിൽ പെട്ട് കുടിക്കുന്നവൻ നട്ടം തിരിയുമെന്നും അറിയാത്ത ഒരു വ്യക്തിയല്ല കാമകോടി. അവിടെയാണ് ഇത്തരം പ്രസ്താവനകളുടെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ധവിശ്വാസങ്ങളും കപടശാസ്ത്രവും പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ ഹൈന്ദവതയ്ക്ക് വളമാകുമെന്ന് സംഘപരിവാറിന് നന്നായി അറിയാം. അക്കാദമിക ബിരുദങ്ങളുടെ മാത്രമല്ല കൈവശാവകാശത്തിന്റെ പേരിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയെന്ന് വിചാരിക്കുന്നവർക്കിടയിൽ കടന്നുകൂടാൻ അവർക്ക് കാമകോടിമാരെ ആവശ്യമാണ്. 1956 ജവഹർലാൽ നെഹ്റു അന്നത്തെ പശ്ചിമ ജർമ്മനി സന്ദർശിക്കുമ്പോൾ ഉരുതിരിഞ്ഞ ആശയമാണ് IIT മദ്രാസ്. ശാസ്ത്ര പഠനത്തിനും ഗവേഷണത്തിനും ജർമ്മനി നൽകിയ സഹായമാണ് ഈ സ്ഥാപനം. ഇത്തരം ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ പദവിയിൽ ഇരുന്നു കൊണ്ട് ഗോമൂത്രത്തിന്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും അതിനെ സമൂഹത്തിൽ പരിലസിക്കാൻ വിടുകയും ചെയ്ത ക്രിമിനൽ കുറ്റമാണ് യഥാർത്ഥത്തിൽ കാമകോടി ചെയ്തിരിക്കുന്നത്. തന്റെ പ്രസംഗം രാജ്യത്ത് ശ്രദ്ധിക്കപ്പെടുമെന്നും അതിന്റെ രാഷ്ട്രീയം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് പടരുമെന്നും കാമകോടിക്കും അദ്ദേഹത്തെ കൊണ്ട് ഇത്തരം ഒരു വിഡിത്തം പറയിപ്പിച്ചവർക്കും നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ഗോശാലയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് കാമകോടി ഗോമൂത്രത്തിന്റെ ഔഷധ ഗുണങ്ങൾ എന്ന വ്യാജേന നുണകൾ പറഞ്ഞത്. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പ്രസംഗത്തെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം നുണകൾ വിശ്വസിക്കരുതെന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇദ്ദേഹത്തെ ഡൽഹി എയിംസിന്റെ ഡയറക്ടർ ആക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് കളിയാക്കുകയും ചെയ്തിരുന്നു. BJP പ്രസിഡന്റ് അണ്ണാമലൈ മാത്രമാണ് കാമകോടിക്ക് പിന്തുണയുമായി എത്തിയ ഒരേ ഒരു വ്യക്തി. കാമകോടി തന്റെ സ്വന്തം അനുഭവമാണ് പറഞ്ഞതെന്നും ആരോടും ഗോമൂത്രം കുടിക്കാൻ ആവശ്യപ്പെട്ടില്ല എന്നുമായിരുന്നു അണ്ണാമലയുടെ വാദം. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സർവകലാശാല അധ്യാപകരും ഗവേഷകരും വായിച്ചിരിക്കേണ്ട ജേർണലുകളുടെ പട്ടികയിൽ നിന്നും ലോകത്തിലെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളെ ഒഴിവാക്കുകയും പകരം നിലവാരമില്ലാത്ത പ്രസിദ്ധീകരണങ്ങളുടെ ഒരു നീണ്ട നിരയെ തന്നെ ഉൾച്ചേർക്കുകയും ചെയ്തിരിക്കുകയാണ് UGC. ഇന്ത്യയിലെ സർവകലാശാലകളുടെ ബോധന നിലവാരം കുത്തനെ ഇടിയുന്നതാണ് ഈ പ്രവൃത്തി എന്നതാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഒരു സർവകലാശാലയിലും അസിസ്റ്റന്റ് പ്രൊഫസറോ അസോസിയേറ്റ് പ്രൊഫസറോ ഒക്കെയായി പ്രവർത്തിക്കുന്നവർ സ്ഥാനക്കയറ്റത്തിനും സ്വയം നവീകരിക്കുന്നതിനും നിശ്ചിത എണ്ണം പ്രബന്ധങ്ങൾ ലോക നിലവാരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തണമെന്ന് വ്യവസ്ഥയുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ അക്കാദമികളുടെ പല പ്രബന്ധങ്ങളും ഇത്തരത്തിൽ പ്രസിദ്ധീകരണ യോഗ്യം ആകാറില്ല. ഇതിനെ മറികടക്കാനുള്ള കുറുക്ക് വഴികളാണ് നിലവാരമില്ലാത്ത പ്രസിദ്ധീകരണങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിലൂടെ UGC കണ്ടെത്തിയത്. ഏതൊക്കെ പ്രസിദ്ധീകരണങ്ങളാണ് UGC വഴി വാങ്ങേണ്ടത് എന്ന് സർവകലാശാലകളുടെ അഭിപ്രായം ചോദിക്കുന്നത് BJP ഭരണത്തിലേറിയ ശേഷം നിർത്തിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെയും അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെയും കേരള യൂണിവേഴ്സിറ്റിയിലെയും അധ്യാപകർ നിർദ്ദേശിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ കേന്ദ്ര സർക്കാരിനെ സുഖിക്കുന്നതല്ല. ഈ ഇഷ്ടക്കേടിൽ തീരുന്നില്ല യഥാർത്ഥ പ്രശ്നം. ഇത്തരം നിലവാരമില്ലാത്ത പ്രസിദ്ധീകരണങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദുത്വ ലാബോറട്ടറികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തന്നെയാണ്. 2018 UGC കെയർ എന്ന പേരിൽ സർവകലാശാലകൾക്ക് ആവശ്യമായ പ്രസിദ്ധീകരണങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. ഇത് പുറത്തിറങ്ങി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് ഇടപെട്ട് ഇതിലെ പല പ്രസിദ്ധീകരണങ്ങളെയും ഒഴിവാക്കി. പകരം ഇന്ത്യയിൽ നിന്ന് 1019 പ്രസിദ്ധീകരണങ്ങളെ ഉൾപ്പെടുത്തി. ഇതിൽ 90%-ത്തിലും ഗീതാ പ്രസ് പോലുള്ള ഹിന്ദുത്വ പ്രസിദ്ധീകരണ ശാലകളുമായി ബന്ധമുണ്ടായിരുന്നു. വിശ്വാസങ്ങളും ശാസ്ത്രവുമായി പലപ്പോഴും ഒരു ബന്ധവും ഉണ്ടാകാറില്ല. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഇത് നമ്മൾ ഏറെ കാണുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സംഘപരിവാറിന്റെ ഉന്നത നേതൃത്വത്തിൽ പോലും സാമാന്യ ബോധമുള്ളവർ വളരെ കുറവാണ് എന്ന് നാഗ്പൂർ പണ്ഡിതന്മാർക്ക് നന്നായി അറിയാം. ഓർഗനൈസറും കേസരിയും പോലുള്ള പ്രസിദ്ധീകരണങ്ങളിലെ ഉത്തമ ലേഖനങ്ങൾ വായിച്ച് സാധാ RSSകാർ പോലും ചിരിക്കുമെന്നും അവർക്ക് നന്നായി അറിയാം. ഇവിടെയാണ് പുതിയ പരീക്ഷണങ്ങൾ ആവശ്യമായി വരുന്നത്. പുതിയ പുസ്തകങ്ങളുടെ വിപണിയിലും വലതുപക്ഷ എഴുത്തുകാരെ കൊണ്ട് നിറയ്ക്കാനുള്ള ശ്രമവും കൊണ്ടുപിടിച്ച് നടക്കാറുണ്ട്. ടിപ്പു സുൽത്താന്റെ ചരിത്രം എന്ന പേരിൽ ഏതൊക്കെയോ എഴുതി കൂട്ടുന്ന വിക്രം സമ്പത്തിനെ പോലുള്ളവരെ പണം കൊടുത്ത് നിലനിർത്തി ചരിത്രത്തെ വളച്ചൊടിക്കുകയും ആ പുസ്തകത്തെ സർവകലാശാലകളിലെ പാഠപുസ്തകങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന കുൽസിത പ്രവൃത്തി സംഘപരിവാറിന്റെ മറ്റൊരു ചൊൽക്കാഴ്ചയാണ്.